ഹലോ ഫ്രണ്ട്സ്, കുറേ കാലമായിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു, പിന്നെ വെയ്യായിരുന്നു, ജലദോഷമൊക്കെ വന്നിട്ട് ആകതായിരുന്നു. ഇതിൻ്റെ മുന്നത്തെ ഒരു ചെറുതായിട്ടൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇനി ബാക്കിയുള്ളത് ഷോർട്സ് ഇടാൻ വയ്യ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒരു വീക്കിലി വ്ളോഗ്, വീക്കിലി എന്ന് പറയാൻ പാടില്ല, പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ഇതൊരു മന്ത്ലി വ്ളോഗായിട്ട് എടുക്കാം. ഒരുപാടുണ്ട്. അപ്പം നമ്മൾ പിറന്നാളിന് ഫുഡൊക്കെ കഴിച്ച് നേരെ അവളെ റൂമിലേക്ക് പോയി. കാരണം അവളെ റൂമിൽ മാത്രമാണ് AC ഉള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും ഭയങ്കര ചൂട്. അപ്പോൾ മേലെ പോയി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഫുള്ള് കളി സാധനങ്ങൾ, അവളുടെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ കുട്ടികളുടെ. അപ്പോൾ അമിത് വേഗം ഒരു സൈക്കിളൊക്കെ എടുത്തിട്ട് ഓടിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. ഈ ചുരുണ്ട മുടി കുട്ടിയുടെയാണ് കല്യാണം, എൻ്റെ മാമൻ്റെ മോള്, അവളുടെ കല്യാണം, അവളുടെ കല്യാണം മെയ് 25-ാം തീയതിയാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. പിന്നെ അവിടെ അന്ന് ഒരു പെരുന്നാളുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു കൊട്ടു ഇതൊക്കെ ഇട്ട് പെരുന്നാളും, പിന്നെന്താ പെരുന്നാളല്ല, ചെണ്ടമേളം, പിന്നെ ബാൻഡ് സെറ്റൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ പോവാൻ നേരത്താണ് ഇവർ ഫുഡൊക്കെ കഴിക്കായിരുന്നത്. ഇവളാണ് കേട്ടോ എൻ്റെ മാമിൻ്റെ മോള്. ഇവളുടെ കുട്ടിയുടെ പിറന്നാളിനാണ് ഞങ്ങൾ പോയിരിക്കണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അതിൻ്റെ ഇടയിൽ എന്തോ സംഭവിച്ചു, അത് ഞാൻ ഇനി വെട്ടിക്കളയേണ്ടി വരും. അപ്പോൾ ഇത് ഞാനൊരു യാത്ര പോവാണ് കേട്ടോ, ഒരു രാമേശ്വരം യാത്ര, ഒരു 3-4 ദിവസത്തിന് വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തിക്കാണ്, ബസ് ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തിക്കുമ്പോൾ ജസ്റ്റ് എൻ്റെ ബാഗിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ എടുത്താണ്. പിന്നെ ഞാൻ എന്താണ് എൻ്റെ ചെരുപ്പിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കുന്നത് മനസ്സിലായില്ല. അതെന്താ സംഭവം എനിക്ക് മനസ്സിലാവണില്ല. വേണമെങ്കിൽ ഞാനത് കട്ട് ചെയ്തു എന്നുള്ള ഓർമ്മയിൽ അങ്ങനെ എടുത്തു പോയതാവും കേട്ടോ. അങ്ങനെ ബസ് വന്നു. ഫസ്റ്റ് എന്നെ എടുക്കാനാട്ടോ ബസ് വന്നത്. ഞാൻ വലത് കാലി വെച്ചിട്ട് ബസ്സിലൊക്കെ കയറി. പിന്നെ സൗണ്ട് കൊടുക്കുമ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് പോയത് ആദിയോഗിക്കാണ് കേട്ടോ, കോയമ്പത്തൂരുള്ള ആദിയോഗിക്കാണ് പോയത്. അവിടെ നമ്മളൊരു 5:30 ആകുമ്പോൾ എത്തി. പിന്നെ അതെന്ന് വെച്ചാൽ നമ്മൾ ബസ് പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. നമ്മൾ അത്രയും ദൂരം നടന്നിട്ട് വേണം അങ്ങോട്ട് എത്താൻ. പിന്നെ എന്താണ്, അവിടെ നമുക്കറിയാമല്ലോ, അവിടെ 7 മണിക്കാണ് പിന്നെ ഷോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത്. ഈ ലൈറ്റൊക്കെ അങ്ങനെ വരുന്നതും 3D പോലെ ഇങ്ങനെ ഓരോന്നൊക്കെ കാണാമല്ലോ. അങ്ങനെയുള്ള സംഭവത്തിന് എല്ലാവരും ചമ്രം പടിഞ്ഞിട്ട് അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. എപ്പോഴതിങ്ങനെ തുടങ്ങും എന്നുള്ള ഒരു ഇത്. അതൊക്കെ കൃത്യം 7 മണിയാകുമ്പോൾ തുടങ്ങി. അവരിങ്ങനെ ഓരോന്നൊക്കെ ബാക്ക്ഗ്രൗണ്ട് പാട്ടും അങ്ങനെ അവരിങ്ങനെ പറഞ്ഞു തരും, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് എന്ന് പറയുകയാണെങ്കിൽ ഒരു 3 ദിവസത്തെ ട്രിപ്പാണ്. 3 എന്നൊക്കെ അവർ പറഞ്ഞു, പക്ഷേ 4-5 ദിവസത്തേക്കൊക്കെ കടന്നു. 5-ാം ദിവസം പുലർച്ചയ്ക്കാണ് നമ്മളിവിടെ എത്തിയത്, 5 മണിക്കൊക്കെയാണ് എത്തിയത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് രാമേശ്വരം ത്തേക്ക് പോകണമെന്ന് ഞാൻ അന്ന് ചക്കുളത്തേക്ക് പോയപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവർ തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം ഞങ്ങളെ കൊണ്ടുപോയത്. അതെന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു കുറച്ച് രാമേശ്വരത്തേക്ക് പോകണമെന്നുണ്ട്, അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ വിളിക്കാൻ. അപ്പോൾ അവർ എന്നെ വിളിച്ചു, ഇങ്ങനെ പോകുന്നുണ്ട്, 3000 രൂപയാണ്, ഇങ്ങനെ ഒരു 3 ദിവസത്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ആദിയോഗി, അതിനുശേഷം പിന്നെ നമ്മൾ ഇവിടെ പഴനി, മധുര മീനാക്ഷി, ധനുഷ്കോടി, രാമേശ്വരം, പിന്നെ ലാസ്റ്റ് കൊടൈക്കനാൽ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു 6 സ്ഥലവും കിട്ടും, 3000 രൂപയുള്ളൂ. ഭക്ഷണം താമസം എല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ശരി എന്നാൽ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് അഡ്വാൻസ് 1000 രൂപ കൊടുത്തു. അങ്ങനെയാണ് നമ്മളിത് പോണത് കേട്ടോ. അപ്പോൾ ഇത് ശിവൻ്റെ അതിനുള്ള കുറച്ച് സീനുകളൊക്കെ കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. നമ്മളെ കൊണ്ടുപോയ ആൾ ഹനിയേട്ടനും വൈഫ് 2 പിള്ളേരുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചക്കുളത്ത് പോയതിൽ പറഞ്ഞ പോലെ അനിയേട്ടനാണ് കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കിയതൊക്കെ അനിയേട്ടൻ തന്നെയാണ്. ചപ്പാത്തി ആയിരുന്നു രാത്രി. ഇത് രാവിലെ പഴനിയിലുള്ളതാണ്. അവിടെ പൂവിൻ്റെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ അവർക്ക് ഉറക്കനില്ല തോന്നുന്നു, കാരണം 2 മണിയാണ് ഈ നേരം. ആ സമയത്ത് പൂവൊക്കെ ആയിട്ട് അവർ എത്തി. നമ്മൾ പൂവൊക്കെ മേടിച്ച് ചൂടി. പിന്നെ നമുക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത് ഫോണെല്ലാം നമ്മളവിടെ വെച്ചിട്ടാണ് ഉള്ളിൽ കയറിയത്. അതുകൊണ്ട് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ ഫോണൊക്കെ കിട്ടിയപ്പോഴേക്കും നല്ല നേരം മെഴുകി. പിന്നെ നമ്മൾ നേരെ മധുര മീനാക്ഷിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് പോണ വഴിക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചു. അപ്പോൾ രാവിലത്തെ ഫുഡ് ചപ്പാത്തി ആയിരുന്നു. പക്ഷേ എനിക്ക് മല ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നപ്പോൾ ഞാനവിടെ ഹോട്ടലിൽ നിന്ന് ദോശയും വടയൊക്കെ കഴിച്ചു. അതുകൊണ്ട് പിന്നെ ഞാൻ രാവിലത്തെ ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ നമ്മൾ നേരെ പോയത് മധുര മീനാക്ഷിക്കാണ്. ഉച്ചയ്ക്ക് ചോറും സാമ്പാറൊക്കെ ആയിരുന്നു. അവിടുന്ന്
ഇതാണ് കേട്ടോ. അവിടെ മധുര മീനാക്ഷി ഭയങ്കര വൃത്തിയുള്ള അമ്പലമാണ്. നല്ല വൃത്തി പറഞ്ഞാൽ നല്ല വൃത്തി. അവരെപ്പോഴും അടിക്കുക ബ്ലീച്ചിങ് പൗഡർ വേട്ടറുക, വെള്ളം ഒഴിക്കുക, അങ്ങനെ ഭയങ്കര നല്ല വൃത്തിയുള്ള അമ്പലമാണ്. പക്ഷെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഫോൺ കൊണ്ടാകാൻ പറ്റില്ല, ഒരു കുന്തും കയറ്റാൻ പറ്റില്ല. എല്ലാ സാധനങ്ങളും പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയത്. അതുകൊണ്ട് സത്യം പറയാൻ എനിക്ക് ഒന്നും ഈ ട്രിപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഒരു അമ്പലത്തേക്കും കയറ്റാൻ പറ്റുന്നില്ല ഫോണ്, നമുക്കറിയാലോ. പിന്നെ നമുക്കൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ബസ്സിൽ ഭയങ്കര തുള്ളലായിരുന്നു കേട്ടോ. ബസ്സിൽ ഭയങ്കര ഡാൻസായിരുന്നു. കുറച്ച് കൂട്ടുകാരനൊക്കെ എനിക്ക് കിട്ടി. ചാലിശ്ശേരിയിലുള്ള ഒരു കുട്ടീനെയൊക്കെ ആയിട്ട് അവളെ റിലേറ്റീവ്സിനൊക്കെ. എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവളുടെ വീട്, അവളെ ഹസ്ബൻഡിൻ്റെ വീട്. അങ്ങനെയായിട്ട് അവളെന്നായിട്ട് നല്ല കട്ടകമ്പനിയായി. അവളെ ഫാമിലി, അവളെ അനിയൻ, ഭാര്യ, പിള്ളേര്, അവളുടെ പിള്ളേര്, അവളെ അമ്മ, അവളെ അനിയത്തി, അവളെ മാമൻ, അവളെ അമ്മായി, അങ്ങനെ അവർ കുടുംബം മൊത്തം ഉണ്ടായിരുന്നു. ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ, രാമേശ്വരത്താണിത്, ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. ഇവിടെ നിന്നാണ് പിന്നെ രാവിലെ കുളിച്ചിട്ട് നമ്മൾ നേരെ രാമേശ്വരത്തേക്ക് പോയത്. അവിടെ പിന്നെ നമ്മൾ രാവിലെ കടലിലൊക്കെ കുളിച്ചു കേട്ടോ. പക്ഷേ അതൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ഫോണ് റൂമിൽ വെച്ച് പൂട്ടിയിട്ടാണ് പോയത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ധനുഷ്കോടിക്ക് പോയി, നമ്മൾ എന്താ പറയുക കടലിൻ്റെ അവിടേക്ക് പോയി, പഴയ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇല്ല അങ്ങോട്ട് പോയി. പക്ഷെ നമുക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അബ്ദുൽ കലാമിൻ്റെ വീട്ടിലേക്ക് പോയി, ഒന്നും തന്നെ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ഫോണ് അതിൻ്റെ ഉള്ളിലായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ ആകുമ്പോൾ നമ്മൾ കൊടൈക്കനാലിലെത്തി. കൊടൈക്കനാലിലും എനിക്ക് അങ്ങനെ ഒന്നും എടുക്കാൻ സാധിച്ചില്ല, കാരണം നല്ല മഴയായിരുന്നു. പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ. ഇതിപ്പോൾ അതിൻ്റെ ഒരു ഗാർഡനാണ്, നിറയെ പൂക്കളൊക്കെ ഇട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് കുറച്ച് വിഷ്വൽസ് എടുക്കാൻ പറ്റുകയുള്ളൂ, വേറെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മഴ എന്ന് പറഞ്ഞാൽ പെരുമഴയായിരുന്നു. മഴ കാരണം അപ്പോൾ വണ്ടിയിൽ തന്നെയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഒന്നും തന്നെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ട്രിപ്പ് ലാസ്റ്റ് ആണ് വല്ലാണ്ടൊരു സുഖമായില്ല, കാരണം 3 ദിവസം കഴിഞ്ഞ് 4ാം ദിവസത്തേക്കും കടന്നു. 4ഉം കഴിയാനായപ്പോഴേക്കും ഇനിയും കുറച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഗുണാക്കേവൊന്നും പോകാൻ പറ്റിയില്ല. കാരണം അപ്പോഴേക്കും ആൾക്കാർ ഭയങ്കര വയലൻ്റ് ആവൽ തുടങ്ങി. കാരണം 3 എന്ന് പറഞ്ഞിട്ട് 4ഉം കഴിഞ്ഞ് 5ാമത്തേക്ക് കിടക്കുക എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും എനിക്ക് നല്ല വിഷമം തോന്നി. കാരണം ഞാൻ കൊടൈക്കനാൽ കണ്ടിട്ടാണ് ഓടിയത് തന്നെ. അപ്പോൾ പോകാൻ പറ്റാത്ത നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, അവരേനും പണ്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ആൾക്കാർ കുറേ പേര്, വയസ്സായ ആൾക്കാരല്ലേ, അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെയായിട്ട് നമുക്ക് ഒന്നും പറ്റിയില്ല. എനിക്ക് വീണ്ടും ജലദോഷം പിടിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ബസ്സിൽ ഫുള്ള് ഡാൻസ് കളിച്ച് പിന്നെ കുറേ നേരം ബസ്സിൽ തന്നെ കിടന്നുറങ്ങി. നമ്മൾ എത്തിയപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ പുലർച്ചെ ഒരു 5 മണിക്ക് കേട്ടോ, 5 മണി 5:30 എത്തുമ്പോൾ നേരെ വന്നു കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഫുള്ള് അലക്കലായിരുന്നു, കാരണം അത്രയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. 3 ദിവസം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെ ചക്കുളത്തേക്കാന്ന് ഞങ്ങൾ 3 ദിവസം എന്നാണ് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾ 4 കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം ഞാനതനുസരിച്ചിട്ട് കുറേ ഡ്രസ്സൊക്കെ ആയിട്ടാണ് പോയത്. അത്യാവശ്യത്തിന് അതൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം നമുക്കതെല്ലാം അലക്കലും ഇതൊക്കെ ഇട്ട്, എന്തോ ഭാഗത്തിന് വെയിലൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര അലക്കൽ തന്നെ ഇരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾക്ക് വന്നതിന് ശേഷം കുടുംബശ്രീയിൽ നിന്ന് ഒരു ടൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നതിന് ശേഷം വേണം അവർക്ക് ടൂർ പോകാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ കുടുംബശ്രീയിൽ നിന്ന് നമ്മൾ ടൂർ പോയത് നെല്ലിയാമ്പതിക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കുറച്ചെടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ 2 മക്കളേനായിട്ടാണ് ഞാൻ പോയത്. ഇതിന് ഞാൻ പോകുമ്പോൾ പിള്ളേരനൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോയത്. ഇതിന് നെല്ലിയാമ്പതിക്ക് പോകുമ്പോൾ 2 പിള്ളേരെയും കൊണ്ടുപോയി. 2 ആൾ 2 വഴിക്കിരുന്നു, പൂരെ ഛർദിയായിരുന്നു. 2 പേർക്കും കവർ പിടിച്ചോടുത്ത് അവസാനം ആ സ്മെല്ലൊക്കെ അടിച്ചിട്ട് ഞാനും ഛർദ്ദിച്ചു. അങ്ങനെ ആകെ മൊത്തം ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ കണ്ട് എടുക്കാൻ പറ്റിയില്ല. നെല്ലിയാമ്പതിയിൽ നിന്നൊന്നും അങ്ങനെ വല്ലാണ്ട് എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ. ചെറുതായിട്ട് കുറച്ചൊക്കെ ഇതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മലമ്പുഴ പോയപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, പിള്ളേരൊക്കെ സെറ്റായി. കുറച്ചൊക്കെ മലമ്പുഴ പോയിട്ട് കുറച്ചൊക്കെ ഇതെടുക്കാൻ പറ്റി. അങ്ങനെ ഈ ഏപ്രിൽ മെയ് ഒക്കെ എനിക്ക് എന്താ പറയുക, ട്രിപ്പായിരുന്നു. പിന്നെ മെയിലായിരുന്നു മാമിൻ്റെ മോളുടെ കല്യാണം, അങ്ങനെ ആയിട്ട് കുറേ ഇത്. പിന്നെ എൻ്റെ അനിയത്തിയുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി മെയിലാണ് വന്നത്, മെയ് 19-ാം തീയതി. അപ്പോൾ അതൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. ഇത് ഞങ്ങൾ ചുരം ഇറങ്ങുമ്പോൾ വെച്ചാൽ കൊടൈക്കനാലിൽ നിന്ന് താഴത്തേക്ക് പോകുമ്പോഴുള്ള ചെറിയ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തതാണ് കേട്ടോ. അത്രയ്ക്കേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ച് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അമ്പലങ്ങളിലൊന്നും എടുക്കാൻ പറ്റില്ല, നമ്മൾ ഫോൺ അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട്. പിന്നെ അതുമല്ല ഭയങ്കര ക്ഷീണമായിരുന്നു, ഉറക്കം കിട്ടാത്തതിൻ്റെ ഒരു
നമ്മൾ ഈ ബസ്സിൽ തന്നെ ഉള്ളപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ അമ്പലത്തേക്ക് പോകുമ്പോൾ പുലർച്ചെയൊക്കെ നീക്കും, 1 മണിക്കൊക്കെ നീക്കുകയാണ്, 12 മണിക്ക് നീക്കുകയാണ്. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് എത്ര നേരം വെച്ചിട്ട് ഉറങ്ങാൻ പറ്റുക? തീരെ ഉറങ്ങാൻ പറ്റില്ലല്ലോ. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം കേട്ടോ. ഞാൻ പിള്ളേർക്ക് അവനിക്കും അമിത്തിനും കുറേ കളിക്കുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു. ഈ സാധനമാണ് ഞാൻ അവനിക്ക് മേടിച്ചത്. പക്ഷെ അപ്പോഴേക്കും അത് അമിത്ത് കഴിക്കലാക്കി. ഇത് നമ്മുടെ നെല്ലിയാമ്പതി പോയിൻ്റെയാണ് കേട്ടോ. ഇത് കൊടൈക്കനാലല്ലേ, നെല്ലിയാമ്പതിയാണേ. നെല്ലിയാമ്പതിക്ക് പോയിട്ട് ഇതൊക്കെയാണ് എടുക്കാൻ പറ്റുള്ളൂ. നെല്ലിയാമ്പതിക്ക് ഇതാ പോണ ഒരാൾ ഡ്രസ്സിലൊക്കെ ഛർദ്ദിച്ചിട്ട് ട്രൗസർ ഇടാതെ നടന്നു പോകണുണ്ടില്ലേ. വേറെ ട്രൗസർ ഉണ്ടായിരുന്നപ്പോൾ ഇടാൻ കൂട്ടാക്കിയില്ല, പമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് പറഞ്ഞിട്ട് മൂപ്പരാൾ നടക്കാൻ കേട്ടോ. ഛർദ്ദിച്ച് എന്തെന്നാ പറയുക, കയറിയ വഴിക്ക് തുടങ്ങിയ ഛർദ്ദിയായിരുന്നു. രണ്ടാളും ഒരു കുഴപ്പമില്ലാത്ത പിള്ളേരാണ്. ഞാൻ വയനാട്ടിലേക്ക് മൂന്നാറിലേക്ക് ഒന്നും പോയിട്ട് ഛർദ്ദിക്കാത്ത പിള്ളേരായിരുന്നു. പക്ഷെ എന്താ ചെയ്യാന്നറിയില്ല. ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതെയാണ് വണ്ടിയിൽ കയറിയത്. പിന്നെ ഞങ്ങൾ നമ്മുടെ പോത്തുണ്ടി ഡാമിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചത്. അപ്പോൾ അപ്പോഴേക്കും ഗ്യാസൊക്കെ കയറിയിട്ടാവും. ഭയങ്കര ഛർദിയായിരുന്നു. ഇത് ഏത് സ്ഥലമാണ്? സീതാർകുണ്ടോ അത് തോന്നുന്നുണ്ട് കേട്ടോ. അത് അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ആകെ എന്താണ് കെട്ടിയിട്ടിറക്കാം. അങ്ങോട്ടൊന്നും പോകാനായിട്ട് പറ്റില്ല. പക്ഷെ നല്ല വ്യൂ, നല്ല അടിപൊളിയാണ്. പക്ഷെ കുറേ നടക്കാണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്കിങ്ങനെ ഈ പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമിത്തും അവനെയൊക്കെ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടാവും ഛർദ്ദിച്ചിട്ടേ. ഒരു സ്ഥലത്തിന് എനിക്ക് പോകാൻ തന്നെ പറ്റില്ല. കാരണം ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കണവരെന്നെ പൊക്കി പിടിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനവിടെ ഇരുന്നു. പക്ഷെ മലമ്പുഴയ്ക്ക് എത്തിയപ്പോഴേക്കും ആൾക്കാർ ഭയങ്കര ഡീസൻ്റായി. പിന്നെ ഒക്കെ മാറി. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഛർദ്ദിക്കൊന്നും ചെയ്തില്ല. പിന്നെ ഫുഡൊക്കെ ഞാൻ നന്നായി കൊടുത്തു. പിന്നെ ലാസ്റ്റ് പിന്നൊന്നും അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ലാസ്റ്റ് എത്തിയപ്പോഴൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കിടന്നുറങ്ങി. ഇതൊക്കെ അവിടുത്തെ എന്തോ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്നത്, അത് നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞാനിപ്പോൾ സൗണ്ട് കൊടുക്കാൻ കയറിയപ്പോൾ എൻ്റെ മകൻ ഉറങ്ങായിരുന്നു. ഞാനിപ്പോൾ ഇത് പകുതി സൗണ്ട് കൊടുത്തപ്പോൾ എൻ്റെ മകൻ എണിച്ചു അവിടെ കിടന്ന് ചീറുണ്ട്. അപ്പം ഇനി എന്തായാലും കഴിയാനായി. അപ്പം ഞാൻ അതും കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് അവൻ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിലേക്ക് ഇരിക്കാൻ നേരമില്ല. ഇതിങ്ങനെ ഫുള്ള് നിറഞ്ഞിരിക്കുക. എൻ്റെ ഗാലറി ഫുള്ള് വീഡിയോസാണ്. ഞാൻ വിചാരിച്ചു ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ അവൻ്റെ അടുത്തേക്ക് പോകാമല്ലോ വിചാരിച്ചു. ഇവിടെയൊക്കെ നല്ല വെയിലാട്ടാ. ചുട്ട വെയിലത്താണ് ഈ നടക്കുന്നത്. കൊടൈക്കനാലിൽ പോയപ്പോൾ നല്ല മഴയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉച്ച നേരത്ത് നല്ല വെയിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ മലമ്പുഴയ്ക്ക് പോയപ്പോൾ പെരുമഴ പെരുമഴ. മലമ്പുഴ എത്തിയപ്പോൾ മഴ എന്ന് പറഞ്ഞാൽ എന്ത് മഴയെന്നാണ് പറയുക. എന്നിട്ട് ഞങ്ങൾക്ക് ശരിക്കൊന്നും കാണാമനേ പറ്റിയില്ല. കുറേ നേരം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിന്നു. പിന്നെ അങ്ങോട്ട് കയറിയപ്പോൾ 5 മണിയൊക്കെ ആയപ്പോൾ മഴ ചെറുതായിട്ട് തുള്ളുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറിയ കുറച്ച് വിഷ്വൽസൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ. എന്തേലൊക്കെ അങ്ങോട്ട് കൂടി പോയി എന്നൊക്കെ നമുക്ക് പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനിയുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. കാരണം എല്ലാം കൂടി ആകുമ്പോൾ ലെങ്ത്ത് കൂടും. അപ്പം പിന്നെ ഞാൻ അടുത്തത് ഇടാമെന്ന് വിചാരിച്ചു. എൻ്റെ മകൻ്റെ ചേറൽ നന്നായി കേൾക്കുന്നുണ്ട്. ഞാൻ എന്തിനേലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നീക്കും. ഞാൻ അവനെ ഉറക്കിയിട്ടാണ് വന്നത്. അല്ലെങ്കിൽ അവന് ഫോൺ കൊടുക്കേണ്ടി വരും. വെറുതെ ചീറാണ്. ഞാളനെ കണ്ടാലും അവൻ ചീറിക്കൊണ്ടിരിക്കും. ഞാൻ മൈൻഡ് ചെയ്യാറൊന്നുമില്ല. അപ്പം നമ്മൾ അത് തന്നെയാണ് മലമ്പുഴയിൽ നിന്ന് എപ്പോഴെത്തിയത്. നമ്മൾ രാത്രി 10 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തിയിട്ടോ. ഞാൻ ആ ട്രിപ്പ് അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇനി അനിയത്തിയുടെ വെഡിങ് ആനിവേഴ്സറിയുടെയും പിന്നെ മാരേജിൻ്റെയും ചെറുതായിട്ട് കുറച്ച് കല്യാണത്തിൻ്റെ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. പിന്നെ മോളെന്നെ സ്കൂളിൽ ചേർത്തി, പുതിയ സ്കൂളിലാണ് ചേർത്തിയത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരെ. ബായ്.